അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നു, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. നിങ്ങൾക്ക് നന്മ കൈവരിക്കുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ കുടുംബത്തെ ഇമ്പമുള്ളതാക്കുന്നതിൽ, ഐശ്വര്യപൂർണമാക്കുന്നതിൽ തീർച്ചയായും പ്രധാന പങ്കുവഹിക്കുന്നത് അവിടെയുള്ള വൃദ്ധരായ മാതാപിതാക്കന്മാരാണ്. പഴയ കാലത്തെ കെട്ടുറപ്പും ബലവുമില്ലാതെ തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങളും വൃദ്ധരായ മാതാപിതാക്കന്മാരോടുള്ള അവഗണനയുമാണ് ഇന്നിന്റെ ദുരന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്ന നാടായിരുന്നു നമ്മുടേത്. എന്തെല്ലാം ദോഷവശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്നേഹത്തിന്റെയും ഇഴിയടുപ്പങ്ങളുടെയും സംഗമമായിരുന്നു അത്. എന്നാൽ നാഗരിക ജീവിതവും പുത്തൻ സംസ്കാരത്തോടുള്ള അതിപ്രഭവും മനുഷ്യനെ ഒറ്റപ്പെടലിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കിയിരിക്കുന്നു. നമ്മുടെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. അധ്വാനിച്ച് വളർത്തി വലുതാക്കിയ മക്കൾ അന്യനാടുകളിൽ സ്വന്തം കാര്യം നോക്കി മാത്രം ജീവിക്കുമ്പോൾ ഏകാന്തതയുടെ തുരത്തിൽ വിരസമായ അവസാന ദിനങ്ങളെണ്ണി ഒറ്റപ്പെട്ട് കഴിയുകയാണവർ. വർഷത്തിലൊരിക്കലെങ്കിലും മാതാപിതാക്കന്മാരെ വന്നു കാണുവാൻ കഴിയാത്തത്ര തിരക്കിലേക്ക് മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കളുടെ സ്റ്റാറ്റസ് ഉയർത്തിപ്പിടിക്കുവാനായി ലക്ഷറി വൃദ്ധ മന്ദിരങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയിലാണ് ഇന്ന് വൃദ്ധരായ അച്ഛനമ്മമാർ. വാർദ്ധക്യകാലം തീർച്ചയായും പരിഗണനയും ശുശ്രൂഷയും കരുതലും അർഹിക്കുന്നതാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കന്മാരെ നമുക്ക് നൽകിയ ഗ്രാൻഡ് പാരൻസിനെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം. നമ്മളും നമ്മുടെ മാതാപിതാക്കന്മാരും ഇന്ന് അനുഭവിക്കുന്ന തണൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് കൊണ്ട വെയിലിന്റെ ഫലമാണ്. അവരുടെ അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും കരുത്തും ശക്തിയുമാണ് നാം ഓരോരുത്തരുടെയും ജീവിത വിജയത്തിന്റെ രഹസ്യം. നമുക്ക് പ്രതിജ്ഞ എടുക്കാം, ഈ നോമ്പ് കാലത്ത് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കരുതലിലൂടെയും നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന്. നമ്മുടെ ഗ്രാൻഡ് പാരൻസിനു വേണ്ടി ഇന്നത്തെ സുഹൃത്തമായി ജപമാലയിലെ ഒരു രഹസ്യം ഈശോയ്ക്ക് മുമ്പിൽ കാഴ്ചവെക്കാം. നന്ദി.